നമസ്കാരം. ഡൈമിസാണ് സംസാരിക്കുന്നത്, അങ്കമാലിയുടെ ശബ്ദത്തിൽ നിന്ന്. ഞാനിവിടെ നിൽക്കുന്നത് അങ്കമാലി കിഴക്കേപ്പള്ളി ജോസ്പുരം റൂട്ടിലാണ്. ഈ റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്കമാലി കടുത്ത ട്രാഫിക് ബ്ലോക്ക് ഉള്ളപ്പോൾ എയർപോർട്ടിലേക്ക് പോകാനായിട്ട് അങ്കമാലി സിഗ്നലിൽ നിന്നും എയർപോർട്ടിലേക്ക് പോകുന്ന ഒരു ഷോർട്ട് കട്ട് റോഡാണ് ഇത് വന്നത്. ഈ റോഡിന്റെ അവസ്ഥ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും. അതായത് കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയിട്ട് പൈപ്പ് കുഴിച്ചിട്ട് റീടാറിങ് ചെയ്തേക്കുന്ന അവസ്ഥയാണ് ഈ കാണുന്നത്. ഇത് ജോസ്പുരം പള്ളിയിലേക്ക് തിരിയുന്ന ഇതിലാണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടുന്ന് അങ്കമാലി വരെ വാട്ടർ പൈപ്പിന് വേണ്ടി വെള്ളം കൊണ്ടുപോകാനായിട്ട് കുഴിച്ചിട്ട് ഇവ താൽക്കാലികമായി ടാർ ചെയ്ത് പോയേക്കാണ്. മഴ പെയ്ത് വന്ന് കഴിഞ്ഞോടുകൂടി ഇത് വലിയ കുഴികൾ രൂപപ്പെടുകയും ഈ കുഴികളെല്ലാം കോൺക്രീറ്റ് ഇട്ട് നിറച്ചിട്ട് അത് ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഏകദേശം 2 വർഷത്തോളമായി ഇവിടെ കുഴിയാണ്. ഇവിടുത്തെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഹൈറ്റ് കൂടുതൽ, ഇവിടെ ഹൈറ്റ് കുറവ്, പിന്നെ അവിടെ ഹൈറ്റ് കൂടുതൽ. അപ്പൊ വെള്ളം പോകാനായിട്ട് കാനയില്ല. ഒന്നില്ലെങ്കിൽ കാന താത്തുക, അല്ലെങ്കിൽ ഇവിടെ ഹൈറ്റ് കൂട്ടുക. അപ്പൊ ഇത് രണ്ടും ചെയ്യാതെ ഇവിടെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, അല്ലേ? അതായത് ഇവിടെ ഈ ഭാഗം കുഴിയാണ്. പൊളിയാൻ ഇനിയിപ്പോ ഇവര് എത്ര ടാർ ചെയ്താലും ഈ ഒന്നില്ലെങ്കിൽ കാനയാക്കുക, അല്ലെങ്കിൽ ഹൈറ്റ് കൂട്ടുക. അപ്പൊ വെള്ളം അങ്ങോട്ട് പോകും. അല്ലാതെ ഇപ്പൊ ഇവിടെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഇത് കുറേ വർഷം ഞങ്ങൾ വലിയ കുഴി ചാടിച്ചാണ് വണ്ടി. ഇപ്പൊ അടുത്താണ് ഈ ഇത് ഇട്ടേക്കുന്നത്, മെറ്റല്. ഇപ്പൊ മെറ്റൽ ഇട്ടിട്ട് എനിക്ക് തോന്നുന്നത് ആകെ അല്ലേ 2 മാസമായിട്ടുള്ളൂ. ഇത് ഇപ്പൊ പിന്നെ കുഴിയായി. അങ്ങനത്തെ അതാണ് അവസ്ഥ. മറ്റിപ്പോ 2 മാസം മുമ്പ് ഞങ്ങൾ വലിയ കുഴി ചാടിച്ചിട്ടാണ് വീട്ടിലേക്ക് കയറാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അത്രയും വലിയ കുഴിയായിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് ഇലക്ഷന് തൊട്ട് മുമ്പ് വന്ന് കുറച്ച് ടാറിങ് ഒക്കെ ചെയ്തു. അത് ഇലക്ഷൻ കഴിഞ്ഞ ഫസ്റ്റ് മഴയ്ക്ക് തന്നെ അത് കംപ്ലീറ്റ് ഇളകിപ്പോയി. ഏകദേശം 10 വർഷക്കാലമായി ഈ റോഡ് അങ്കമാലി മുനിസിപ്പാലിറ്റി ടാർ ചെയ്തിട്ട് അങ്കമാലി മുനിസിപ്പാലിറ്റിയിലെ സഞ്ചാരയോഗ്യമല്ല. ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വാഹനങ്ങളും സൗകര്യങ്ങളും അങ്കമാലിയിൽ നിന്ന് എയർപോർട്ടിലേക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്താവുന്ന ഒരു റോഡാണ് അങ്കമാലി വാപ്പാലശ്ശേരി നെടുവന്നൂർ റോഡ്, എയർപോർട്ട് കൂടി. ആ റോഡ് ഒരു 10 വർഷക്കാലമായിട്ട് അങ്കമാലി മുനിസിപ്പാലിറ്റി തിരിഞ്ഞു നോക്കിയിട്ടില്ല. അങ്കമാലി മുനിസിപ്പാലിറ്റിയുടെ ചരിത്രത്തിൽ ഇതേമാതിരി മോശമായ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല, മോശമായ റോഡുകളും ഉണ്ടായിട്ടില്ല. ഇത് എന്തുകൊണ്ടാണോ അങ്കമാലി മുനിസിപ്പാലിറ്റി ഈ റോഡിനെ തഴഞ്ഞു കളയണതെന്ന് ഈ പ്രദേശവാസികൾക്കൊന്നും മനസ്സിലാവണില്ല. കാരണം വർഷങ്ങളായിട്ട് നിവേദനങ്ങളും പ്രശ്നങ്ങളും പരിഹാരങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പല പ്രാവശ്യം നിവേദനങ്ങളായിട്ട് പോയി. ഇതിനൊന്നും ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്നോ ഒരു നടപടിയും സ്വീകരിക്കണില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ എന്തായാലും ഈ വരുന്ന ശനിയാഴ്ച 6 മണിക്ക് ജോസ്പുരം വാപ്പാലശ്ശേരി ഗ്യാസ് ഗോഡന്റെ അടുത്തുള്ള ഒരു ബിൽഡിങ്ങിൽ ഒരു കമ്മിറ്റി വിളിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിയിൽ എല്ലാവരും വന്ന് പങ്കുചേരണം. ആ കമ്മിറ്റിയിൽ നമ്മളൊരു ഓർഗനൈസിംഗ് കമ്മിറ്റിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഒറിജിനൽ ഒരു കമ്മിറ്റി എടുക്കും, ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കും. ആ ആക്ഷൻ കൗൺസിൽ നമ്മൾ മുനിസിപ്പാലിറ്റിയിൽ രേഖാമൂലം പ്രതിഷേധം നടത്തും. ശക്തമായ പ്രതിഷേധം തന്നെ മുനിസിപ്പാലിറ്റിയിലേക്ക് നടത്താനാണ് തീരുമാനം. അല്ലാണ്ട് ഒരു നടപടിയും മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല. പ്രത്യേകിച്ചും ഏറ്റവും മുനിസിപ്പാലിറ്റിക്ക് സ്വന്തം എന്ന സഞ്ചാരയോഗ്യമായ ഒരു റോഡ് വാപ്പാലശ്ശേരി റോഡ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള റോഡുകളൊക്കെ PWD റോഡുകളാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് മുനിസിപ്പാലിറ്റി ഈ റോഡിന്റെ നടപടികൾ പൂർത്തീകരിച്ച് റീടാർ ചെയ്ത് ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമായ രീതിയിൽ ആക്കി തരണമെന്ന് വിനീതമായി എനിക്കൊരു അപേക്ഷയുണ്ട്. ഇപ്പൊ ആരും എയർപോർട്ടിലേക്ക് ഈ വഴിക്ക് പോകുന്നില്ല. എയർപോർട്ട് അങ്കമാലി അത് അങ്കമാലി ജോസ്പുരം പാപ്പാലശ്ശേരി നെടുവന്നൂർ എയർപോർട്ട് വഴി പോകുന്ന അങ്കമാലിയിൽ നിന്ന് എയർപോർട്ടിലേക്ക് എത്താവുന്ന എളുപ്പ വഴികളിൽ അങ്കമാലി മുനിസിപ്പാലിറ്റിയുടെ ഏക റോഡാണ്. ഞാൻ അങ്കമാലി ആനന്ദഭവന്റെ ഓപ്പോസിറ്റ് ഓൾഡ് ട്രഷർ റോഡിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെ ഡ്രൈവർ ബിനോയ്. ഒരുപാട് നാളുകളായി ഞങ്ങളിവിടെ നാട്ടിൽ വണ്ടി ഓടിക്കണം. യാത്ര ചെയ്യാൻ ഒരു കാരണവശാലും പറ്റുന്നില്ല എന്ന് മാത്രമല്ല, പല അപകടങ്ങളും. 2 സ്കൂള് നിലവിൽ ഇവിടെ ഉണ്ട്. ഒരു ഹോളി ഫാമിലി സ്കൂളുണ്ട്, അതിന്റെ സൈഡിൽ കൂടി മാറിയാൽ സെന്റ് ജോസഫ് ഹൈ സ്കൂളുണ്ട്. ഒത്തിരി വിദ്യാർത്ഥികൾ കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും അനുഭവിച്ചിട്ടാണ് സ്കൂളിൽ പോകുന്നത്. ഇതിനിടയ്ക്ക് ഒരു മാസം അടുക ഒരു ചേച്ചി ഇവിടെ മരണപ്പെട്ടു. അതുപോലെ തന്നെ 5 കൗൺസിലർമാർ ഭരിക്കുന്ന
വാർഡിന്റെ എൻഡിൽ വരുന്ന ഒരു റോഡാണിത്. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഈ റോഡിന്റെ ശോചനീയ അവസ്ഥ എന്ന് പറഞ്ഞാൽ നടന്നു പോയാൽ തട്ടി വീഴാവുന്ന ഒരു അവസ്ഥയാണ്. ഒരു ഓട്ടോ ഡ്രൈവർക്ക് ഒരു ദിവസം ഓടിച്ചാൽ ഏറ്റവും മാക്സിമം കിട്ടുന്ന കൂലി 500 600 ആയിരിക്കാം. ചിലപ്പോൾ അതിൽ കുറയാൻ 10 രൂപ കൂടാം. ഒരു വണ്ടിയുടെ ഫ്രണ്ട്, അതായത് ഒരു ആപ്പേ വാഹനത്തിന്റെ ഫ്രണ്ട് വശം പണിതിറക്കണമെങ്കിൽ 3000 3500 രൂപ ചുരുങ്ങിയത് വേണം. ഞങ്ങൾക്ക് ഒരു ദിവസം ഓടിക്കിട്ടുന്നത് ഏറ്റവും ചുരുങ്ങിയത് 1000 800 രൂപയാണ് കിട്ടുന്നത്. ഞങ്ങളുടെ പണിക്കാശും കഴിച്ച് മുതലാളിക്ക് കൊടുക്കാനുള്ള കാശും കഴിഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ കാര്യമായിട്ടൊന്നും ഉണ്ടാവുകയില്ല. ഈ കാണുന്ന വഴി എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഒരു 3 കൊല്ലമായിട്ട് അത്രയും വൃത്തികെട്ട ഒരു റോഡ് അങ്കമാലി മേഖലകളിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. ഒരു പാസഞ്ചർ വന്നിട്ട് ഒരു സുഖമില്ലാത്തൊരു കുട്ടീനെ കൊണ്ട് ആസ്പത്രി കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. പല കസ്റ്റമേഴ്സും വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു, പല കസ്റ്റമേഴ്സും ചീത്ത വിളിക്കുന്നു. വണ്ടി ഓടി അവശതയാവണമെന്നനുസരിച്ച് വണ്ടിയുടെ പണി കൂടി വരുമ്പോൾ നമ്മൾ 1 5 10 രൂപ ചോദിച്ചാൽ അവർ ഞങ്ങൾക്ക് നേരെ ചാടിക്കരികയും ദേഷ്യപ്പെടുകയും ചെയ്യുകയാണ്. ഈ വണ്ടി പണിതിറക്കുന്നതിലുപരി നമ്മുടെ ശരീരം വൈകുന്നേരം ആകുമ്പോഴേക്ക് ഇല്ലാണ്ടാവാം. ഷോൾഡറുകൾ പൊങ്ങുന്നില്ല, നടുവേദന. ഇത് യാത്ര ചെയ്യുന്ന അവരുടെ അവസ്ഥ എങ്ങനെയാണെങ്കിൽ കാലത്ത് തുടങ്ങി വൈകുന്നേരം വരെ വണ്ടി ഓടിക്കുന്ന ഞങ്ങൾ തൊഴിലാളികളുടെ അവസ്ഥ എന്തായിരിക്കാം? അപ്പൊ അതിനൊരു തീരുമാനം, ഒരു കാരണവും. ഇവിടെ രാഷ്ട്രീയക്കാരെ ഞങ്ങൾ വെല്ലുവിളിക്കാനോ ജാതി മതമോ രാഷ്ട്രീയമൊന്നും ഞങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. ഞങ്ങളുടെ ഏക ഒരു ആവശ്യം ഈ അങ്കമാലി എയർപോർട്ടിൽ നിന്നും പോകുന്ന അങ്കമാലി എയർപോർട്ട് വാപ്പാലശ്ശേരി അകപ്പറമ്പ് റോഡ് എത്രയും വേഗം വളരെ ഭംഗിയായിട്ട് ഒരു യാത്രായോഗ്യമാക്കി തീർത്ത് തരണം എന്ന് മാത്രം ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അപേക്ഷിക്കുന്നുള്ളൂ. അതിനൊരു തീരുമാനം ഉണ്ടാക്കി തരാം. ഗ്യാസ് ഗോഡൌൺ വഴിയാണ് എയർപോർട്ടിലേക്ക് പോകുന്നത്. ഇതിലെ പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഹോളി ഫാമിലി സ്കൂളുണ്ട്, ഒരു ഗ്യാസ് ഗോഡൌൺ ഉണ്ട്, അതുപോലെ ഒരു പള്ളിയുണ്ട്, അതുപോലെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഇത് എല്ലായിടത്തേക്കും ഒരുപാട് ജനങ്ങൾ വന്നു പോകുന്ന സ്ഥലങ്ങളാണ്. ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്, തമ്മിൽ വഴുക്കുകൾ ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു വഴിയെ ചൊല്ലി ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ അത്താഴം മുട്ടിക്കാതെ, ഞങ്ങളുടെ മക്കളെ പട്ടിണിയിടാതിരിക്കാൻ ഞങ്ങൾ കൈയെടുത്ത് കുമ്പിടാണ്. നിങ്ങൾ ദൈവത്തോട് രാഷ്ട്രീയം വലിച്ചു നീട്ടി ജാതി മതത്തിനകത്ത് കൂട്ടാണ്ട് നല്ലൊരു രീതിയിൽ റോഡ് വഴി തീർക്കണമെന്ന് അപേക്ഷിക്കുന്നു. എൻ്റെ പേര് ജോമോൻ. ഞാൻ ജോസ്പുര നിവാസിയാണ്. അങ്കമാലിയിൽ നിന്ന് എയർപോർട്ടിലേക്ക് ഒരു എളുപ്പവഴി ഉള്ളതാണ് കിഴക്കപ്പള്ളിയുടെ സമീപത്ത് കൂടി ജോസ്പുരം കൂടിയിട്ട് ഉള്ള വഴി. ആ വഴി മാസങ്ങളായിട്ട് ഏകദേശം 1 വർഷത്തോളമായി വളരെ നടന്നു പോകാൻ പോലും പറ്റാത്ത ബുദ്ധിമുട്ടായിട്ടുള്ള രീതിയിലാണ് വഴി കിടക്കുന്നത്. 4 കൗൺസിലർമാർ ആ ഭാഗത്ത് ഉണ്ട്. ബാസ്റ്റിൻ പാർക്കിൽ മാർട്ടിൻ മുണ്ടാടൻ, മൂളി മാത്യു, ലച്ചി ജോയ്, ഇവരെല്ലാവരും വാർഡുകളിൽ ഉൾപ്പെടുന്ന റോഡ് കൂടിയാണത്. ഇവരുടെ അടുത്തെല്ലാം പരാതി പറഞ്ഞ് തോറ്റു. അവസാനം ഞങ്ങൾ ജോസ്പുര യൂത്ത് എന്ന സാമൂഹിക സന്നദ്ധ സംഘടനയുണ്ട്. അതിൽ ഭാരവാഹികളെല്ലാവരും മുനിസിപ്പൽ ചെയർമാന്റെ അടുത്ത് പോയി സംസാരിച്ചു, സെക്രട്ടറിയുടെ അടുത്ത് സംസാരിച്ചു. മുനിസിപ്പാലിറ്റി ചെയ്തില്ലെങ്കിൽ ഈ റോഡ് ഞങ്ങൾ പിരിവിട്ട് ചെയ്തോളാം, അതിനുള്ള അനുവാദം തരുമെന്ന് പറഞ്ഞു. അവരെന്നാ നിങ്ങൾ ചെയ്തോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ അവർക്ക് തന്നെ മോശം കേടാവുമെന്ന് തോന്നിയതുകൊണ്ടാവാം ഒരു ലോഡ് വേസ്റ്റ് കൊണ്ടുപോയി അവിടെ ഇട്ടുകൊണ്ട് ഞങ്ങൾ ഓണത്തിന് മുമ്പ് വഴി ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ഒരു ലോഡ് വേസ്റ്റ് ഇട്ടു എത്തിക്കൊണ്ടുപോയി. ഇപ്പൊ അതിനും ബുദ്ധിമുട്ടാണ്, നടന്നു പോകാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് അവിടെ ഉള്ളത്. 2 സ്കൂളെ ഭാഗത്തുണ്ട്. ഹോൾ ഫാമിലിയുടെ ചെറിയ സ്കൂളും യു പി സ്കൂളും ഹൈസ്കൂളും ഉണ്ട്. അവിടേക്ക് പോണ കുട്ടികൾക്കും വണ്ടിക്കാർക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ അവിടേക്ക് പോയി ഓട്ടോറിക്ഷക്കാർ വരാൻ ബുദ്ധിമുട്ടാണ്. അവരെ കുത്തുമണ്ട് കാര്യമെന്ന് വെച്ചാൽ വണ്ടിക്ക് പണിയണത് വണ്ടിയിൽ യാത്ര ചെയ്യണവർക്കും ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ചുറ്റിക്കറങ്ങി പോകുമ്പോൾ 70 രൂപ വഴിക്ക് 100 രൂപ 110 രൂപ കൊടുക്കണം. അപ്പൊ ഇനിയെങ്കിലും ഒരു വലിയ അപകടം വന്നിട്ട് അതിന്റെ പിന്നാലെ നടക്കാണ്ട് മുനിസിപ്പൽ അധികൃതര് ഒരു നടപടി എടുത്ത് റോഡ് ശരിയാക്കി സഞ്ചാരയോഗ്യമാക്കാനായിട്ട് ഒരു അപേക്ഷയായിട്ട് കണക്കൂട്ടെ. ഞങ്ങൾക്ക് ടാക്സ് അടിച്ച് വണ്ടി ഓടിക്കുന്ന ആൾക്കാരാണ്. ഒരു വണ്ടിയിൽ 2 വീലറും പോലും പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. അപ്പൊ നികുതിപ്പണം മാത്രം വാങ്ങിച്ച് ഇത് രാഷ്ട്രീയം മറ്റുള്ളത് നോക്കിയിട്ടല്ല, എത്രയും പെട്ടെന്ന് വഴി നന്നാക്കി ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ചെയ്യാനായിട്ട് കൗൺസിലർമാർ മുൻകൈ എടുത്ത് ചെയ്യാവുന്ന ഒരു അപേക്ഷയാണത്. വഴിയുടെ കിടപ്പനുസരിച്ച് ഇതിൽ ഒരു സാധനം ഓട്ടോറിച്ച് വിളിച്ചാലും പറ്റില്ല. അതിനാണ് അതിന്റെ വ്യത്യാസം. അതാണ് മെയിൻ വിഷയം. അന്നന്റെ അവിടുന്ന് 40 രൂപ കൊടുക്കണം പിടിക്കും. ഇപ്പൊ 60 രൂപയ്ക്കില്ല. 10 പ്രാവശ്യം വരെ ഓടി വന്നത് വണ്ടിയുടെ പണി വീഴും. ഇതാണ് ഇവിടുത്തെ കിടപ്പ്. ഇവിടെ ഈ ഉദ്യോഗസ്ഥന്മാരെ കമ്മീഷന്മാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല. അതിന് ഞങ്ങളെ പറഞ്ഞ 3-4 കമ്മീഷന്മാരുടെ വെളിയെന്ന് തുടങ്ങിയെന്ന് അല്ലാണ്ട് ഒരുപാട് ആകളെയൊന്നും വല്ലവര് അവരുപയോഗിക്കുന്ന വഴിയത് ഒരു തടി പിടിയില്ല. എന്നിട്ട് ഒരു സംഗതിക്ക് യാതൊരു തീരുമാനം വെച്ചാണ്ട് അതുകൊണ്ട് എന്തെങ്കിലും നടപടി ഉണ്ടാവും എന്ന് നമുക്ക് വിചാരിക്കാം. നടപടി ഇല്ലെങ്കിൽ ആർക്കും അവർക്ക് തന്നെ അവർക്ക് എന്താ പറഞ്ഞാൽ അവർ അടുത്ത പ്രാവശ്യം വരുമല്ലോ. 5 മെമ്പർമാരും ഉണ്ട്. ഈ 5 മെമ്പർമാർ ഇമ്പാല കാറിലാണ് സഞ്ചരിക്കണം. അവർക്ക് റോഡിനെ പറ്റിയൊന്നും തന്നെ അറിയണ്ട.
അവര് റോട്ടിൽ കൂടെ മറ്റുള്ള സാധാ വണ്ടികളിൽ പോയാലേ അവർക്ക് ഇതിനെ പറ്റി അറിയേണ്ട ആവശ്യമുള്ളൂ. വാട്ടർ അതോറിറ്റിയുടെ ഒരു ഭാഗം കുത്തിപ്പൊളിക്കല് അതൊരു വഴിയില്, വാട്ടർ അതോറിറ്റിയുടെ ഭാഗം കുത്തിപ്പൊളിക്കല് ഒരു വഴിയില്. അങ്കമാലി മുനിസിപ്പാലിറ്റി ഒരു ബന്ധമില്ലാത്ത കണ്ടീഷനാണ് ഈ റോഡിനെ പറ്റി കിടക്കണേ. എന്ന് ചെയ്യും എന്ന് തീരും എന്നുള്ള ഒരു കാര്യം പറയാൻ പാടില്ല. കടലിൽ മുങ്ങിക്കഴിഞ്ഞാൽ കാര്യം, കടലിൽ മുങ്ങിക്കഴിഞ്ഞാൽ അടി കാണാൻ പറ്റാ, ആ കണ്ടീഷനായി. ഈ റോഡിന്റെ ശോചനീയാവസ്ഥ ഇങ്ങനെ ആയ കാലം കൊണ്ട് ജോസ്പുരം യൂത്തും സാമൂഹ്യ സാംസ്കാരിക സംഘടനകളെല്ലാം പ്രതിഷേധവുമായിട്ട് സമരരംഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഈ പ്രധാന റൂട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോ കാണാൻ പറ്റും, ഗ്യാസ് ഗോഡൌണിൽ, അതായത് അങ്കമാലി നിയോജകമണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് ഗ്യാസ് കൊണ്ടുപോകുന്ന ഗ്യാസ് ഗോഡൌണും കൂടി ഉൾപ്പെട്ട സ്ഥലമാണ് ഇതുള്ളത്. ഇവിടെയാണ് പ്രദേശവാസികളും ജോസ്പുരം യൂത്തും കൂടി ഒരു പ്രതിഷേധവുമായി വന്നുകൊണ്ടിരിക്കുന്നത്. കിഴക്കേപ്പള്ളി ജോസ്പുരം എയർപോർട്ട് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവര് സമരങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. ഒന്നില്ലെങ്കിൽ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, അല്ലെങ്കിൽ ജോസ്പുരം യൂത്തിന് റോഡിന്റെ കുഴി അടയ്ക്കാനുള്ള അനുവാദം കൊടുക്കുക എന്നാണ് അവര് പറയപ്പെടുന്നത്.